വഖഫ് അധിനിവേശത്തിനിരയായ മുനമ്പം ഭൂസമരം ഇന്ന് 180-ാം ദിവസം. ഇന്നത്തെ റിലേ സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുന്നത് 60 വയസ്സ് കഴിഞ്ഞ വയോധികർ. 1989-93 കാലഘട്ടത്തിൽ ഫറൂഖ് കോളേജിൽ നിന്നും ഭൂമി വില കൊടുത്തു വാങ്ങിയ 218 കുടുംബങ്ങളിലെ അംഗങ്ങളാണ് ഇവർ. വൈകിട്ട് 4-ന് സമരപ്പന്തലിൽ പ്രത്യേക സമ്മേളനവും വാഹനജാഥയും സംഘടിപ്പിക്കും. പതിറ്റാണ്ടുകളായി മുനമ്പം തീരത്ത് റവന്യൂ അവകാശങ്ങളോടുകൂടിയ ഭൂമിയിൽ കഴിയുന്ന 600-ലധികം വരുന്ന കുടുംബങ്ങളാണ് വഖഫിന്റെ അവകാശവാദത്തെ തുടർന്ന് ഉറക്കമില്ലാതെ കഴിയുന്നത്. ഇതിനെതിരായി മുനമ്പം ജനത ജാതിമത വർഗ രാഷ്ട്രീയ ഭേദമന്യേ ഒറ്റക്കെട്ടായി സമരത്തിൽ അണിനിരക്കുകയായിരുന്നു. മുനമ്പം സമരം ഇന്ന് 150-ാം ദിവസത്തിൽ എത്തി നിൽക്കുമ്പോൾ ഇനിയും എത്രനാൾ സമരം ചെയ്തായാലും കിടപ്പാടം സംരക്ഷിക്കുമെന്ന ഉറച്ച നിലപാടാണ് ഓരോ മുനമ്പം നിവാസികൾക്കും ഉള്ളത്. ഞങ്ങളെ സംബന്ധിച്ച് ഈ പറയുകയാണെങ്കിൽ ഞങ്ങളെ ഇവിടുന്ന് തോപ്പിച്ച് ഞങ്ങളെ ഇവിടുന്ന് വിടാൻ വഖഫിനെ കൊണ്ട് നടക്കൂല. ഞങ്ങൾ ഇവിടെ കിടന്ന് മരിച്ചിട്ട് ഞങ്ങളുടെ ശവവും ഉണ്ടാകാൻ പറ്റുള്ളൂ. മുനമ്പത്തെ വഖഫ് അധിനിവേശ ഭീഷണിക്ക് ശാശ്വത പരിഹാരത്തിനായി നിയമിച്ച ജുഡീഷ്യൽ കമ്മീഷന്റെ പ്രവർത്തനങ്ങളെ നിരോധിക്കുന്നതിന് വഖഫ് സംരക്ഷണ സമിതി കൊടുത്ത കേസിന്റെ വിധി പ്രസ്താവനത്തിനായി കാത്തിരിക്കുമ്പോഴാണ് സമരത്തിന്റെ 150-ാം നാൾ എത്തുന്നത്. ബിഷപ്പ് ഡോക്ടർ ജോസഫ് കാരിക്കാശ്ശേരി, ഡോക്ടർ ജോസഫ് കാരിയിൽ തുടങ്ങിയവർ വൈകിട്ട് 4-ന് സമരസേനാനികളെ അഭിസംബോധന ചെയ്യും. കിഡ്സ് ഡയറക്ടർ ഫാദർ പോൾ തോമസ് കളത്തിൽ, കോട്ടപ്പുറം രൂപത ചാൻസലർ ഫാദർ ഷാബു കുന്നത്തൂർ തുടങ്ങി നിരവധി വൈദികർ സമരസേനാനികൾക്ക് ഐക്യദാർഢ്യവുമായി സമരപ്പന്തലിൽ എത്തിച്ചേരും. നാഷണലിസ്റ്റ് കേരള കോൺഗ്രസ് സംസ്ഥാന ചെയർമാൻ കുരുവിള മാത്യൂസ് ഉദ്ഘാടനം ചെയ്യുന്ന വാഹനജാഥ കുമ്പളങ്ങിയിൽ നിന്നും ജില്ലാ പ്രസിഡന്റ് ജോർജ് ഷൈന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച് വൈകിട്ട് 4-ന് സമരപ്പന്തലിൽ എത്തും. ജനം, കൊച്ചി.